لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ആദരവും ബഹുമാനം നിറഞ്ഞ ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ, മറ്റുള്ള ഉസ്താദന്മാർ, സദസ്സിൽ ഒരുമിച്ച് കൂടിയ മാന്യ സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാജ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ദുനിയാവും ആഖിറവും അല്ലാഹു സലാമത്താക്കി തരുമാറാകട്ടെ. അല്ലാഹു എല്ലാ ഇരു വീട്ടിലും നമ്മെ വിജയിപ്പിച്ച് തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ദീർഘമായി ഒന്നും സംസാരിക്കാതെ കൊല്ലത്തോളം കഴിച്ചു വരാറുള്ള മഹാനായ ഖാജ തങ്ങളുടെ ആണ്ട് നേർച്ച, സുബ്ഹാനല്ലാഹ്, തങ്ങളെ കറാമത്ത്, ഖാജ തങ്ങളെ കറാമത്ത് പറയേണ്ടതില്ല, നമുക്കെല്ലാം മനസ്സിലാക്കാം. ഈ സുബൈന്റെ സമയത്ത് ഇത്രയും ഉസ്താദന്മാരും ഇത്രയും ആളുകളും സദസ്സിൽ ഒരുമിച്ച് കൂടി തങ്ങളുടെ പേരിലുള്ള ആ ഖാജ തങ്ങളുടെ മൗലിദിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളത് അത് വലിയ ഒരു ഖറാമത്ത് തന്നെയാണ് ഖാജ തങ്ങളത്. നമ്മുടെ സുഖൈഫി ഉസ്താദ് പറഞ്ഞതുപോലെ ഒരുപാട് കാലമായി എന്തോ ഖാജ തങ്ങൾ ഒരു പൊരുത്തത്തോടു കൂടെ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. അതിനു വേണ്ടി ഒരു മാസങ്ങളോളം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തങ്ങളെ പേരിലുള്ള ഒരു മൗലിദിന്റെ മജ്ലിസും 2-3 ദിവസത്തെ പരിപാടിയും ബുർദയും ഖവാലിയും വഅളും എല്ലാം ഈ കുഗ്രാമമായ ഈ പൈമ്പച്ചാലിൽ വെച്ചുകൊണ്ട് ഇത്രയും വിപുലമായ നിലക്ക് അതിനെ നടത്താൻ അത് ഒരു സാധാരണക്കാരനിക്ക് കഴിയുകയില്ല. ഞങ്ങളെപ്പോലത്തവർക്കെല്ലാം ഒരിക്കലും കഴിവില്ല. ഇത്രയും നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല, ഒരുപാട് പണം ചെലവ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ നാട്ടുകാരുടെ സഹായത്തോടുകൂടെ ചെയ്യണമെങ്കിൽ പറഞ്ഞത് കേട്ടില്ലേ, ഇപ്പോ 4 ആടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അതും ഖാജ തങ്ങളുടെ ഒരു കറാമത്ത് തന്നെയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഖാജ തങ്ങളവറുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് ആദ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ലോകത്ത് വെച്ചുകൊണ്ട് 2 സ്ഥലങ്ങളാണ്, 3 സ്ഥലങ്ങളാണ്, 3 പള്ളിയാണ് ഏറ്റവും മഹത്വമുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് വെച്ചുകൊണ്ട് ജനക്കൂട്ടങ്ങൾ എല്ലാ ദിവസവും ആയിരക്കണക്കിലും 10,000-കണക്കിൽ ആളുകൾ ഒഴുകിയെത്തുന്ന 3 സ്ഥലങ്ങളെ കൂട്ടത്തിൽ ഒന്ന് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലാണെങ്കിൽ, അതുപോലെ ബഹുമാനപ്പെട്ട പരിശുദ്ധമായ കഅബ നിൽക്കുന്ന മക്കയിലാണെങ്കിൽ, മൂന്നാമതായി ഞങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ നിലനിൽക്കുന്ന മഹാനായ ഖാജ തങ്ങളുടെ ദർബാറിലാണ്. 10 മണിക്ക് രാത്രി ബന്ധായി സുബഹിസ്കാരത്തിന്റെ ശേഷം ഓപ്പൺ ചെയ്താൽ അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ സമയത്തും ഖാജ തങ്ങളുടെ ദർബാറിൽ വെച്ചുകൊണ്ട് ആയിരക്കണക്കിന്റെ ആളുകൾ ഒഴുകിയെത്തുകയാണ്. ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ വലിയൊരു കറാമത്ത് തന്നെയാണത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് ആദ്യമായി ഖാജ തങ്ങളവറുകൾ വരുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നത്തിലൂടെയാണ് ഖാജ തങ്ങൾ വരുന്നത്. ഖാജ തങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്മതത്തോടുകൂടെ വരാൻ വേണ്ടി നോക്കുമ്പോൾ ഇന്ത്യ രാജ്യം എവിടെയാണ്, രാജസ്ഥാനം എവിടെയാണെന്ന് ഖാജ തങ്ങൾക്ക് അറിയുന്നില്ല. അങ്ങനെ അന്നത്തെ ഫ്ലൈറ്റോ അല്ലെങ്കിൽ വേറെന്തും സംവിധാനത്തോടുകൂടെ വരുന്നതല്ലല്ലോ. ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ഹബീബായ റസൂലുള്ളാഹിന്റെ മദീന മുനവ്വറയിൽ പോയിട്ട് അവിടെ പറയുന്ന, നബിയേ, എനിക്ക് ഇന്ത്യയിൽ പോകണമെങ്കിൽ, തങ്ങളുടെ വാർഡർ പ്രകാരം പോകണമെങ്കിൽ, പക്ഷേ എവിടെയാണ് രാജസ്ഥാനം, എവിടെയാണ് പോകേണ്ടത്, എവിടെയാണ് അജ്മീർ
അജ്മീർ എന്നറിയാതിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ നബി തങ്ങൾ ഖാജാ തങ്ങൾക്ക് സ്വപ്നത്തിൽ കൂടി ആപ്പിൾ പോലത്തെ ഒരു പഴം കൊടുത്ത് ഇതിനെ മുറിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ മാപ്പിനെ കാണിച്ചു കൊടുത്ത് നേരെ അജ്മീരിലേക്ക് വിട്ടത് മഹാനായ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്ത് അജ്മീരിലേക്ക് വന്ന ഖാജാ തങ്ങൾ ആ ഖാജാ തങ്ങളുടെ ദർബാറിൽ അവിടുത്തെ മൗലിദ് അവിടുത്തെ മദ്ഹ് നമ്മുടെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിൽ ആര് ഭരണം ഭരിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രികൾ അതെന്തിന്റെ കാരണം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഇന്ത്യയുടെ രാജാവാണെന്നുള്ള ആ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഇന്ത്യയുടെ പ്രസിഡന്റുമാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ അവിടത്തേക്ക് ബർക്കത്തെടുക്കാൻ വേണ്ടി പോകാറുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതായത് ഇന്ദിരാഗാന്ധി പോലും ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ മുറ്റത്ത് പോയിട്ട് അവിടെ മുറ്റം അടിച്ചിട്ടുണ്ട് ബർക്കത്തിന് വേണ്ടി. അത്രക്കും വലിയ മഹാനായ ഖാജാ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നമ്മളെല്ലാവരും എത്തണം. നമ്മുടെ ബഹുമാനപ്പെട്ട സുക്കൈഫി ഉസ്താദ് പറഞ്ഞതുപോലെ 10 കൊല്ലത്തോളമായി അദ്ദേഹം അതിനേക്കാൾ ഏറെമായി അദ്ദേഹം ഈ തുടക്കം കുറിച്ചിട്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു നിലപാടുണ്ട്, അത് ഇവിടെ മാത്രമല്ല. ഇനി പൈമ്പച്ചാലിലുള്ള കാലത്തോളം പൈമ്പച്ചാലിൽ ഇനി പൈമ്പച്ചാൽ പള്ളി വിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്താൽ ഞാൻ അവിടെയും ഇത് നടത്തും എന്നുള്ള പ്രഖ്യാപനയാണ് ഇന്ന് അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പൊ ഒരു ജമാഅത്തിൽ ഖതീബന്മാർ ഉസ്താദന്മാർ എത്ര കൊല്ലമാണെന്ന് പറയാൻ പറ്റൂല. എന്നെങ്കിലും അദ്ദേഹത്തിന്റെ നീയത്ത് ഇവിടെയല്ലെങ്കിൽ പിന്നൊരു സ്ഥലത്താണെങ്കിൽ ഇത് നടത്താനുള്ള ആ ഒരു തൗഫീഖ് ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമല്ല ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം 10ാമത്തെ വാർഷികം അത് ഇവിടെയാകട്ടെ വേറെ സ്ഥലത്താകട്ടെ നടത്താമെന്ന് ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടി 4 പെൺമക്കളെ കല്യാണം നടത്താൻ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 4 പെൺമക്കളെ കല്യാണം കഴിക്കണമെങ്കിൽ അതിനൊക്കെ ഒരുപാട് ചെലവുകളുണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതുകൊണ്ട് എന്റെ പൈമ്പച്ചാലിലുള്ള മുഅ്മിനീങ്ങളായ നല്ലവരായ ഇത്രയും അധ്വാനിച്ചുകൊണ്ട് ഇന്ന് സുബൈക്ക് ഇവിടെ വന്ന് ഒരുമിച്ചുകൂടി ഖാജാ തങ്ങളുടെ ബഹുമാനപ്പെട്ട 2 സാദാത്യങ്ങൾ ഒരുപാട് ഉസ്താദന്മാർ ഒരുപാട് മഹാന്മാർ ഒരുമിച്ചുകൂടി ഖാജാ തങ്ങളുടെ പേരിലാണ് തുടക്കം കുറിച്ച് ഇവിടെ ഇത് മൗലിദ് കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു അടുത്ത കൊല്ലം 4 പെണ്ണുമക്കളെ കല്യാണം ഇതിന് വേണ്ടി നടത്താം. അതിന് വേണ്ടി പൈമ്പച്ചാലിന്റെ മണ്ണിൽ ആരെങ്കിലും ഉസ്താദൊന്നും എന്നോട് പറഞ്ഞിട്ടല്ല, തുടക്കം കുറിക്കുന്ന തങ്ങന്മാരെ മുമ്പിൽ ഖാജാ തങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ 9 കൊല്ലത്തോളമായി പൈമ്പച്ചാലിൽ വെച്ച് ഇന്ന് ഇപ്പൊ ജാസ്തി ഉള്ളത് ഇവിടെ പൈമ്പച്ച ആൾക്കാർ തന്നെ. അല്ലാഹു തആല പൈമ്പച്ച ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും കൊടുത്തിട്ടില്ല. നല്ല നല്ല നിഅമത്തും നല്ല ബർക്കത്തും ഉണ്ട്. ഇൻഷാ അല്ലാഹ് തുടക്കം കുറിക്കുന്നെങ്കിൽ അതിൽ ഒരു പെണ്ണ് യത്തീമാണെന്ന് തുടക്കം പറഞ്ഞു ഉസ്താദ്. ആ യത്തീമായ പെണ്ണിന് ഒരു ഫൗണ് ഇൻഷാ അല്ലാഹ് ഞാൻ വേറെന്ത് കേൾക്കുന്നില്ല, ഞാൻ നിർത്തുന്നു. ഒരു ഫൗണ് തുടക്കം കുറിക്കുന്നു 2 തങ്ങന്മാരെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ കൊടുക്കാന്ന് ആരെങ്കിലും ഈ വാഗ്ദാനാക്കുന്നവരുണ്ടാ? യത്തീമായ ഒരു പെണ്ണിന് നാളെ മരിച്ചെങ്കിൽ നമുക്ക് ആഖിറത്തിലും ഖബറിലും എല്ലാവർക്കും ഉപകാരം കിട്ടാൻ വേണ്ടി അടുത്ത കൊല്ലം വാർഷികം കഴിക്കുമ്പോൾ ഒരു ഫൗണ് ഞാൻ കൊടുക്കാമെന്ന് പൈമ്പച്ചാലിൽ ആരും അത്ര ഇതില്ല. ആരെങ്കിലും ഉണ്ട് ഇതിൽ തങ്ങന്മാരെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു ഫോണിനെ ആയെങ്കിൽ 50,000 55,000 ഇനി അടുത്ത കൊല്ലമാകുമ്പോൾ ആരും പേടിക്കണ്ട. അത് അല്ലാഹു തആല നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് തരും. ഉണ്ടാ പറയപ്പുറം നോക്കണ്ട. ഒരു ഫോൺ അല്ലാഹു തആല വലിയ ബർക്കത്ത് തരും. 2 തങ്ങന്മാരെ മുമ്പിൽ വെച്ച് തുടക്കം കുറിക്കുന്നു. 4 പെണ്ണുമക്കൾക്ക് 5 ഫോൺ കൊടുക്കണമെങ്കിലും 20 ഫോൺ വേണം. അപ്പൊ ആദ്യത്തെ ഒരു ഫോൺ പൈമ്പച്ചാളുടേതാവട്ടെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഉണ്ടാരെങ്കിലും
ഇവിടെ ജാസ്തിയുള്ള പൈമ്പച്ച ആൾക്കാരെന്നെ ആരുമില്ലേ ഈ തങ്ങന്മാരെ മുന്നിൽ വെച്ചിട്ട് ചെല്ലാൻ? നിർത്തുന്നു. ഇല്ലെങ്കിൽ വേണ്ട, പിന്നെ എന്താക്കുന്നത്? രണ്ടാൾ കൂടിയിട്ട് ഒരു അര ഫോൺ ആരെങ്കുണ്ട അത് പോട്ട് തുടക്കം കുറിച്ച് രണ്ടാൾ കൂടിയിട്ട് അര ഫോൺ ഒരു 25,000 കൂടിയിട്ട് ഒരു ഫോണിൽ രണ്ടാൾ മതി, രണ്ടാൾ ചെല്ലിയാൽ മതി. ഇവിടെ ഇൻഷാ അല്ലാഹ് ഖാജാ തങ്ങളെ പൊരുത്തം ഞങ്ങൾക്ക് മരണം വരെ ഈമാനോട് കൂടെ മരിച്ച് പറയുമ്പോ പറഞ്ഞു പോകുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളെ നാട്ടിൽ മുഞ്ഞാന്ന് ഇന്നക്ക് 3-ാമത്തെ റഷീദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അസ്ർ നിസ്കാരം കഴിഞ്ഞ് ചായെല്ലാം കുടിച്ചിട്ട് മക്കളോടും ഭാര്യയോടും സംസാരിച്ചു കൊണ്ടിരുന്നു. അമ്മ അയാളെ എളാപ്പ ഇന്നലെ പറയുന്ന എനിക്ക് ഫോൺ വിളിച്ചിട്ട് 5 മിനിറ്റിന് ടൈമില്ല, പുസ്തക പോയിട്ടായി. മുഞ്ഞാൻ നിന്നിടക്ക് ഒരു മാസത്തിന് മുമ്പ് കടബ കേന്ദ്ര പള്ളിയുടെ വൈസ് പ്രസിഡന്റായ ഇബ്രാഹിച്ച എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം അങ്ങനെ തന്നെ സുബൈക്ക് തോട്ടത്തിലേക്ക് പോയിട്ട് നാഷ്ടല്ലാക്കിയിട്ട് പുള്ളിമാരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇല്ല, അവിടെ തന്നെ വീണ്ടു പോയി. അള്ളാഹു അവരുടെ ഖബറൊക്കെയും സന്തോഷത്തിലാക്കുമാരാകട്ടെ. നമുക്ക് അള്ളാഹു ആയുസ് നീട്ടി തരുമാരാകട്ടെ. ഉണ്ടാ രണ്ടാൾ കൂടിയിട്ടാരെങ്കിലും ഇല്ലെങ്കിൽ നിപ്പിക്കുന്നു ഞാൻ ഇൻഷാ അല്ലാഹ്. അതിനുമില്ല, രണ്ടാൾ കൂടിയിട്ടാരെങ്കിലും സുബ്ഹാനല്ലാഹ് ഇല്ല. ഇത് ഉസ്താദ് ചെല്ലിട്ടല്ല, ഞാൻ തുടക്കം കുറിച്ചതാണ്. പൈമ്പച്ചാലിൽ കൂടി തുടക്കം കുറിക്കട്ട് എന്ന് വിചാരിച്ച് ചോദിച്ചതാണ്. പോട്ട് ഒരു 10,000 രൂപ അതിന് വേണ്ടി മാഷാ അല്ലാഹ് 10,000 മാഷാ അല്ലാഹ്. മാണിമൂല അമീച്ച എന്ന് പറയുന്ന ആള് 10,000 രൂപ വാഗ്ദാനാക്കിയിട്ടുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യും ഇൻഷാ അല്ലാഹ്. തങ്ങൾ ദുആരക്ക് ഒരു 10,000 രൂപ ഒരു തുടക്കം കുറിക്കും. ഇല്ലേ ഇക്ബാൽ മാണിമൂല ഇക്ബാൽ മാണിമൂല 10,000 രൂപ വാഗ്ദാനാക്കിയിട്ടുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാരാകട്ടെ. ആരെങ്കുണ്ട KM മാജി പൈമ്പച്ചാൽ 10,000 രൂപ അല്ലാഹു തആല ബർക്കത്ത് നൽകുമാരാകട്ടെ. ഇനി രണ്ടാൾ ചെല്ലിയാൽ മതി. ഒരു ഫോണാക്കി ഞാൻ തങ്ങന്മാർ ദ്വാരക്കുന്നത്. ഇനി രണ്ടാൾ ഇത്ര ആളല്ലേ ഇല്ലേ പൈമ്പച്ച ആൾക്കാർ, രണ്ടാളായ മതി. ഒരു ഫോണിൻ്റെത് മാത്രം. ഇല്ലേ പൈമ്പച്ചാളിൻ്റെ ഒരാളായി. ഞാൻ നിർത്തുന്നു, ഞാനൊന്നും നീട്ടി പറയുന്നില്ല, അങ്ങനെ ഒത്താക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഉസ്താദ് പറഞ്ഞിട്ടല്ല. കാരണം തങ്ങന്മാരെല്ലാം ഇരിക്കുമ്പോൾ അജ്മീറും ഖാജാ തങ്ങളുടെ മജ്ലിസല്ലേ, ആ മജ്ലിസിൽ ഒരു തുടക്കം കുറിക്കാന്ന് മാത്രം വിചാരിച്ചത് ഉണ്ടാ. പിന്നൊരാൾ മാണിമൂല മൂസ ഹാജി, അല്ലാഹു തആല ബർക്കത്ത് നൽകുമാരാകട്ടെ. ഒരേ ഒരാൾ പൈമ്പച്ചാൽ മൂസ ഹാജി, അല്ലാഹു തആല ബർക്കത്ത് നൽകുമാരാകട്ടെ. 5 ആളുകൾ 10,000 രൂപനെ പോലെ ഒരു ഫോണും പൊന്നിന്റെ പൈസ അല്ലാഹു തആല ഈ മജ്ലിസിൽ വെച്ച് അവർക്കത് വാഗ്ദാനം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് കൊടുത്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഇനി സുഖൈഫ് ഉസ്താദിനിക്ക് ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർ എല്ലാവരുടെ ദുആയും അതുപോലെ നിങ്ങളെ പ്രവർത്തനം കൊണ്ട് 4 പെണ്ണുമക്കളല്ലെങ്കിൽ 5 പെണ്ണുമക്കളെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള മഹാഭാഗ്യം മഹാനായ അജ്മീർ തങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. വെയിലിന്റെ അടി ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങന്മാർക്ക് വിഷമാകുന്നത് വേണ്ട. ഇൻഷാ അല്ലാഹ് തങ്ങന്മാർ ദുആറക്കുമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.